നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതേപോലെ തന്നെ ഓവനും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 120 ഗ്രാമാണ് ഒരു പാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റ് ആദ്യം തന്നെ നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ മൊത്തത്തിൽ അങ്ങ് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിത് നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചിലപ്പോൾ ഒരുമിച്ചിട്ട് അടിച്ചാൽ ചിലപ്പോൾ അടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് നല്ലപോലെ ഇതേപോലെ പൊടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്താലും റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാൽ ചേർത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, ചൂടാക്കിയിട്ടൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 120 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇതേപോലെ ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലും നടുക്കായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതങ്ങ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ആ ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെ ഇതേപോലത്തെ ഒരു ഡവറയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപ്പ് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പാത്രം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഉപ്പായിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല പോലെ ഇത് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പാത്രം നല്ല പ്രീഹീറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് റെഡിയാക്കിയിട്ട് ചിലപ്പോൾ കുക്കിംഗ് ടൈം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കാം. ഓരോരുത്തർ ഫ്ലെയിമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഡൗട്ടുള്ളവർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് എത്ര സമയം എടുത്തെന്ന് ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം പറയാം. അതുപോലെ വെന്ത് വരട്ടെ, ബേക്കായിട്ട് വരട്ടെ കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ വെന്തുന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെച്ചു. അപ്പോൾ കറക്റ്റായിട്ട് വെന്തു വന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് 30 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്ന് പുറത്തേക്ക് മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ കേക്ക് പുറത്ത് എടുത്തായിരുന്നു. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ ഓവനും ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കുന്ന കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്